എല്ലാവർക്കും നമസ്കാരം. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഓഫീസ് അസിസ്റ്റന്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, പിയൂൺ തുടങ്ങിയ തസ്തികയിലേക്കാണ് റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മാത്രം മതി റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ. നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആർമി അഗ്നിവീറിന്റെ ക്ലർക്ക്, സ്റ്റോർ കീപ്പർ, ടെക്നിക്കൽ, കേരള പോലീസിന് CPO, WCPO, SSC കോൺസ്റ്റബിൾ GD, റെയിൽവേ ഗ്രൂപ്പ് ഡി തുടങ്ങിയ വരാൻ പോകുന്ന എല്ലാ എക്സാംസിൻ്റെയും സ്റ്റഡി മെറ്റീരിയൽസും PDF-ഉം ലൈവ് ട്രാക്കിൻ്റെ ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വന്നിരിക്കുന്ന പോസ്റ്റ് ഒന്നാമത്തത് ഓഫീസ് അസിസ്റ്റൻ്റ് ഒരു ക്ലർക്കാണ്. ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷനാണ്. കമ്പ്യൂട്ടർ സ്കിൽ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത പോസ്റ്റ് ഡാറ്റ എൻട്രി റിസപ്ഷനിസ്റ്റ് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ്. ഗ്രാജുവേഷനാണ്. എക്സലന്റ് വെർബൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഓഫീസ് അറ്റൻഡന്റ് ആണ്, അല്ലെങ്കിൽ പിയൂൺ ആണ്. 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. സാലറി പറഞ്ഞിരിക്കുന്നത് ക്ലാസ് A ടൗണിലേക്ക് തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ഓഫീസ് അസിസ്റ്റന്റിന് 24,000, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 19,000, ഓഫീസ് അറ്റൻഡന്റ് പിയൂൺ 14,000 ആണ്. ക്ലാസ് B ടൗൺ തൃശ്ശൂർ, കൊല്ലം, കണ്ണൂരിലേക്ക് ഓഫീസ് അസിസ്റ്റന്റ് 19,000, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 16,000, ഓഫീസ് അറ്റൻഡന്റ് പിയൂൺ 12,000 ആണ്. അടുത്തത് ക്ലാസ് C ടൗണിലേക്ക് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്, കാസർഗോഡിലേക്ക് ഓഫീസ് അസിസ്റ്റന്റ് 15,000, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 14,000, ഓഫീസ് അറ്റൻഡന്റ് പിയൂണ് 12,000 ആണ് സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഓഫ്ലൈനായിട്ടാണ്. 19/3/2026 വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. www.kelacode.in എന്ന സൈറ്റിൽ നിന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്